കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സിന്റെ റിവിഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ സ്കൂളിന്റെ പുറത്ത് കുറച്ച് 9ാം ക്ലാസ്സിലെ മക്കളും 8ാം ക്ലാസ്സിലെ മക്കളൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ അവരോട് വെറുതെ ഇങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ ചോദിച്ചു, എന്താ പാട്, 8ലും 9ലേക്ക് എത്തിയില്ലേ, എക്സാമിന്റെ സമയമായില്ലേ, മാസമല്ലേ നമ്മളെ എക്സാം, പഠിക്കാറൊക്കെ അല്ലേ? അപ്പോൾ അവരെല്ലാവരും ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, മാഷേ ഞങ്ങൾ 8ലും 9ലൊക്കെ അല്ലേ, 10ാം ക്ലാസ്സിലൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം അല്ലാണ്ടൊന്നും നോക്കാറില്ല. ഞങ്ങൾ എക്സാമിന് തൊട്ട് മുമ്പ് ഒരു 1, 2, 3 ദിവസം മുമ്പൊക്കെ നോക്കും. ആ സമയത്ത് ഞങ്ങൾ റിവിഷൻ ലൈവുകളൊക്കെ കാണും. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് എക്സാം എഴുതും. ഞങ്ങൾ എന്തായാലും പാസ്സാവും മാഷേ. എന്നിട്ട് ഞങ്ങൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ട്യൂഷനൊക്കെ പോയിട്ട് നന്നായിട്ട് പഠിക്കുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അത് നിങ്ങൾ മാത്രം അഭിപ്രായമാണോ അല്ലെങ്കിൽ നിങ്ങളെ പാരൻസിൻ്റെ അഭിപ്രായമാണോ? അപ്പം ചിലക്കാർ പറഞ്ഞു, സാറേ പാരൻസിനും 10ാം ക്ലാസ്സിന് പോയാൽ മതി എന്നാണ്, 8ലും 9ലും ട്യൂഷനൊന്നും പോകണ്ടെന്നാണ് അവരും പറഞ്ഞതെന്ന്. എടാ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രശ്നം മാത്രമല്ല, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾ മാത്രം പറഞ്ഞുകൊണ്ട് അവിടുത്തെ മാത്രമല്ല, ഇത് എല്ലാ ജില്ലയിലത്തെ എല്ലാ കുട്ടികൾക്കും ഈ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു വലിയ പൊട്ടൻ തീരുമാനമാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഒന്നാമത്തെ കാര്യം, ഇത്തവണ 8ലും 9ലൊന്നും ഓൾ പാസ് സമ്പ്രദായം ഇല്ല. വെറുതെ പോയിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ പാസ്സാക്കുന്ന സമ്പ്രദായം ഇല്ല. തോൽപ്പിക്കുന്നു മാത്രമല്ല, അഥവാ തോറ്റു കഴിഞ്ഞാൽ വെക്കേഷന് ബാക്കിയുള്ള കൂട്ടുകാരും ചങ്ങായിമാരൊക്കെ ടൂറും മറ്റോടത്തും മറിച്ചോടത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വീണ്ടും ക്ലാസ് കേട്ട് വീണ്ടും എക്സാം എഴുതേണ്ടി വരും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, സാർ ഞങ്ങൾ തോൽക്കൊന്നുമില്ല എന്ന് ധൈര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. കാരണം നിങ്ങളുടെ അഭിപ്രായത്തിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സായാൽ മതിയോ? നിങ്ങൾക്ക് ടോപ്പ് മാർക്ക് വാങ്ങണ്ടേ? ടോപ്പ് മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ മക്കൾ മനസ്സിലാക്കണം, അതിന് 8ന്റെയും 9ന്റെയും ബേസ് നിർബന്ധം. ഫോർ എക്സാമ്പിൾ, നമ്മൾ 10ാം ക്ലാസ്സിലെ നിങ്ങൾക്ക് A+, ഫുൾ A+, 10ാം ക്ലാസ്സല്ലേ വേണ്ടി അങ്ങനെ ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ, അങ്ങനെയൊക്കെയും സാറിൻ്റെ ഫിസിക്സിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാൻ കാരണം ഞാൻ ഫിസിക്സിൻ്റെ മാഷാണ്, അത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. 10ാം ക്ലാസ് ഫിസിക്സിലെ 1ാമത്തെ പാഠം, ഈ 1ാമത്തെ പാഠം നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൽ എന്തുണ്ട് നിങ്ങൾക്ക്, എക്കോ കാണാനുള്ള ദൂരം, അത് വെച്ചുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ട്. ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ്, വേഗത, അതിനുള്ള ഇക്വേഷൻ, അത് വെച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബേസിക് മാത്തമാറ്റിക്കൽ സ്കില്ല്, ബേസിക് ആയിട്ടുള്ള കണക്കിലെ ചില ക്രിയകൾ, അതൊക്കെ അവിടെ ആവശ്യമുണ്ട്. എടാ 2ാമത്തെ പാഠമായിക്കോട്ടെ 3ാമത്തെ പാഠമായിക്കോട്ടെ, ഒരു കാന്തത്തിന്റെ ഒരു പാഠമുണ്ട്. ഈ കാന്തത്തിന്റെ പാഠം അറിയണമെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലെ മാഗ്നറ്റിസം, കാന്തികത, ആ പാഠത്തിന്റെ ബേസ് വേണം. എടാ ഈ 10ാം ക്ലാസ്സിൽ ഒരു 5ാമത്തെ പാഠമുണ്ട്. ആ പാഠത്തിൽ നമുക്ക് സീരീസ് ആൻഡ് പാരലൽ, ശ്രേണി സമാന്തരം, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അതിനൊക്കെ ബേസ് ഇവിടെ കിടക്കുന്നത് 9ാം ക്ലാസ്സിലാണ് കിടക്കുന്നത്. സോ എൻ്റെ മക്കൾ തിരിച്ചറിയണം, 8ലെയും 9ലെയും ബേസ് സെറ്റായാൽ മാത്രമേ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ചില ആൾക്കാർ പറയും, സാർ അതൊന്നും കുഴപ്പമില്ല, ഞാൻ 10ാം ക്ലാസ്സിൽ കുറച്ച് നേരത്തെ പോയിട്ടിരുന്ന് പഠിച്ചാൽ പോരെയെന്ന്. എന്നാലും ബുദ്ധിമുട്ടായിരിക്കടാ. ഏതെങ്കിലും ഒരു കുട്ടി 8ലും 9ലും നല്ല രീതിയിൽ പഠിക്കാണ്ടാണ് 10ാം ക്ലാസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ ഓനക്ക് കുറച്ച് ബാക്ക്വേർഡ് ആയിരിക്കും. ഓൻ പഠിച്ചത് ടീച്ചർമാർ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഓൻ ഇതേമാതിരി ഒരു മല ഇങ്ങനെ കയറുന്ന മാതിരിയിരിക്കും. എന്നാൽ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് ഒരു നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ആ കുട്ടി ലിഫ്റ്റ് കയറി പോകുന്ന മാതിരി ആയിരിക്കും ഉണ്ടാവുക. ഓനക്ക് ഭയങ്കര സുഖമായിരിക്കും. ടീച്ചർമാർ ക്ലാസ് ഒന്ന് ആലോചിക്കുക, ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഫിസിക്സിന്റെ ടീച്ചർ ആയിക്കോട്ടെ, ഒരു മാത്സിന്റെ ടീച്ചർ ആയിക്കോട്ടെ, ആ ടീച്ചർ 10ാം ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ 8ലും 9ലും ബേസ് സെറ്റായ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇങ്ങനെ അങ്ങോട്ട് പോകും. എന്നാൽ മറ്റൊരു കുട്ടിയാണെങ്കിലോ, അയ്യോ അതെന്തായിരുന്നു സാധനം, പെട്ടെന്ന് ഒരു 8ാം ക്ലാസ്സിൽ ഒരു വാക്ക് പറയുമ്പം അയ്യോ ഇതെന്തായിരുന്നു സാധനം, 9ാം ക്ലാസ്സിൽ ഒരു കാര്യം പറയുമ്പം അയ്യോ ഇതെന്തായിരുന്നു സംഭവം. നിങ്ങൾ റിലേ പോവും, അങ്ങനെ നിങ്ങൾക്ക് ഫ്രിക്ഷൻ വരും. സോ എൻ്റെ മക്കളോട് ഞാൻ ഇപ്പോഴേ പറയുന്നത്, ദയവ് ചെയ്ത് ഇതൊരു ഫൈനൽ റിമൈൻഡർ ആയിട്ട് എൻ്റെ മക്കൾ കണക്കാക്കുക. ഇപ്പോൾ 8ഉം 9ഉം നിങ്ങൾ നോക്കാണ്ട് 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തോ ആനക്കാരിന് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആദ്യം തന്നെ വിചാരിക്കരുത്. നിങ്ങൾക്ക് അതിനുള്ള പരിഹാരമൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് പറയാം. പക്ഷെ എൻ്റെ മക്കൾ ആദ്യം ചെയ്യേണ്ട എന്താ, 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ മാതിരി നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ പഠിക്കുക. പ്രത്യേകിച്ച് ഈ അവസാന സമയത്ത് എൻ്റെ മക്കളെല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരമാവധി എഫേർട്ട് എടുക്കുക. മാർച്ചിലല്ലേ നമ്മളെ എക്സാം, ഇനിയും സമയം ഉണ്ടോ, വൈകിട്ടൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് പറ്റും. സോ ഇനിയുള്ള സമയങ്ങളിൽ മാക്സിമം ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയാവാൻ, ഏറ്റവും ബെസ്റ്റ് കുട്ടിയാവാൻ, ക്ലാസ്സിലെ ടോപ്പർ ആവാൻ, നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ഇന്ന് മുതൽ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ 9ാം ക്ലാസ്സും 8ാം ക്ലാസ്സിലെയും വെറുതെ കാണാൻ പാടുണ്ടോ? വെറുതെ കാണാനേ പാടില്ല. സീരിയസ് ആയിട്ട് എൻ്റെ മക്കൾ പഠിക്കുക. അതിനെല്ലാ സപ്പോർട്ടും എജുപോർട്ട് ഉണ്ടായിരിക്കും. എജുപോർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റിൽ ഒരു ഫോം ഉണ്ടാവും. ആ കമൻറ്റിൽ നിങ്ങളുടെ ആ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എജുപോർട്ടിലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ അപ്പുറം ഏറ്റവും ബെസ്റ്റ് ഒരു കോഴ്സിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. ഓക്കെ അല്ലേ? സോ കൂടിക്കോ, നമുക്ക് പൊളിക്കാം. 9ാം ക്ലാസ്സും 8ാം ക്ലാസ്സും നന്നായിട്ട് പഠിച്ചിട്ട് +1 ആയിക്കോട്ടെ 10ാം ക്ലാസ് ആയിക്കോട്ടെ നമ്മൾ തൂഫാനാക്കും. സോ ഗൈസ്, വെൽക്കം ടു എജുപോർട്ട്.